എന്താ മച്ചാ ആലോചിച്ചോണ്ടിരിക്കുന്നേ? അത് വേറൊന്നല്ല ബ്രോ, എനിക്കെന്താ പെണ്ണില്ലാത്തേന്ന് ആലോചിച്ചതാ. അതിന് ചിലപ്പോ നിന്റെ പെണ്ണ് വരേണ്ട ടൈം ആയിട്ടുണ്ടാവില്ല. നാളെ കോളേജ് സ്റ്റാർട്ട് ചെയ്യല്ലേ? ആടാ, നാളെ തൊട്ട് കോളേജിൽ ഇനി വീണ്ടും പോവണ്ടേ. അത് ഓർക്കുമ്പോ എനിക്കെന്തോ വല്ലാത്തൊരു മടി. നിന്നോട് ഞാൻ പറയാൻ വിട്ടുപോയി, ഇക്കൊല്ലം നമ്മുടെ ക്ലാസ്സിൽ വേറൊരു കുട്ടിയും കൂടി ഉണ്ട് ഇത്ര. അതാരാണാവോ ആ പുതിയ വ്യക്തി? ഹർഷനില്ലേ, അവന്റെ പപ്പയുടെ ഫ്രണ്ടിന്റെ മോളാ. അവനെ ഇന്നലെ എന്നോട് കാര്യം പറഞ്ഞ. കൊള്ളാലോ. രാത്രിയായില്ലേ, ഞാൻ വീട്ടിലേക്ക് പോവാ. ചലോ ചലോ, ബൈ. എങ്ങനെയുണ്ട് റൂത്ത് ഞങ്ങളുടെ കോളേജ്? ഒറ്റനോട്ടത്തിൽ എനിക്ക് ഇവിടെ എല്ലാം ഇഷ്ടപ്പെട്ടു. ഇനിയുണ്ടല്ലോ കാണാൻ. അപ്പൊ ഞാൻ അഭിപ്രായം പറയാം. ഹർഷ, നീ ഇവിടെ നിൽക്കുമായിരുന്നോ? ആ ജാക്സ, ഞാനിവിടെ ഉണ്ടായിരുന്നു. ഇതാ ഞാൻ പറഞ്ഞ കുട്ടി. ഹായ്, ഐ എം ജാക്സൺ. നൈസ് ടു മീറ്റ് യു ജാക്സൺ. ഞാൻ റൂത്ത് അന്ന ജോൺ. കണ്ടതിൽ സന്തോഷം. എടാ ജാക്സ, എന്നെ ഒറ്റയ്ക്കാക്കി നീ പോയില്ലേ? ഞാൻ ആ കോളേജിന്റെ വരാന്തയിൽ ഒറ്റയ്ക്ക് നിൽക്കായിരുന്നു. റൂത്ത്, ഇവൻ അലക്സ് ക്രിസ്റ്റി, ഞങ്ങളുടെ ഫ്രണ്ടാ. എടാ അലക്സേ, ഇതാണ് റൂത്ത് അന്ന ജോൺ. എടാ, ഇതാ ഹർഷൻ പറഞ്ഞ പെൺകുട്ടി. നൈസ് ടു മീറ്റ് യു റൂത്ത്. കണ്ടതിൽ സന്തോഷം. എടാ, പ്രിൻസി വിളിക്കുന്നുണ്ട് നിങ്ങളെ. ഇങ്ങൾക്ക് ഞങ്ങളുടെ മുഖം കണ്ടില്ലെങ്കിൽ സമാധാനാവില്ലേ? എടാ ഹർഷ, വാ പോവാം. ആടാ, നമുക്ക് പോവാം. റൂത്തെ, ഞങ്ങള് ക്യാൻറ്റീനിലേക്കാ. നീ വരുന്നുണ്ടോ? ആടാ, ഞാൻ വരുന്നുണ്ട്. ലിസ, നീ വാ. നീ പൊക്കോ, ഞാനില്ല. എടി ലിസേ, നീയും വായോ, കുറെ കാര്യങ്ങൾ ഡിസ്കഷൻ ചെയ്യാനുണ്ട്. ശരി, ഞാൻ വരാം. നീ എന്ത് നോക്കി നിക്ക? വാ വേണ്ട അങ്ങോട്ട്. അപ്പൊ ചെക്കനൊരു പെണ്ണിനെ കിട്ടി. ഇങ്ങനെ നിക്കുവാണോ? വരുന്നില്ല മച്ചാ? ആടാ, ഞാൻ വരുന്നു. അല്ല, നിങ്ങളെന്തോ പറയാനുണ്ട് പറഞ്ഞിട്ട്? പ്രിൻസി എന്തിനാ വിളിപ്പിച്ചേ? അത് വേറെ ഒന്നാണല്ലടാ, കോളേജ് തുറന്നില്ലേ, ഇനി കുറച്ച് കഴിയുമ്പോൾ ആർട്സ് ഡേ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മളോടെല്ലാവരോടും ഓരോ ഐറ്റത്തിന് ചേരാൻ പറഞ്ഞു. അപ്പോൾ ആരൊക്കെ എന്തൊക്കെ പരിപാടിക്കുണ്ടെന്ന് ഒരു ചാർട്ടാക്കിയിട്ട് നമ്മുടെ ക്ലാസ്സിൽ നിന്ന് കൊണ്ടുകൊടുക്കാൻ പറഞ്ഞു. എനിക്ക് ഡാൻസിന് ചേർന്നാ കൊള്ളാന്നുണ്ട്. താൻ ഡാൻസ് കളിക്കുമോ? അതിന് അവള് നന്നായി ഡാൻസ് കളിക്കൂടാ. ഞാൻ ചാർട്ടിൽ ഉൾപ്പെടുത്താം. ഏത് ഡാൻസാ? ഭരതനാട്യമാണോ മോഹിനിയാട്ടാണോ? ഭരതനാട്യം. വേറെ ഏതാ? നിങ്ങൾ എന്തിനെങ്കിലുമൊക്കെ പങ്കെടുക്കുന്നുണ്ടെങ്കിലേ എന്നോട് പറയണേ, എനിക്ക് ചാർട്ടിൽ ഉൾപ്പെടുത്തണം. എടാ, നിന്റെ പാട്ടില്ലേ? അത് നമുക്ക് സാവധാനം നോക്കാം, സമയമുണ്ടല്ലോ. എന്താടാ അലക്സേ, നിനക്ക് എന്നോട് ഇത്ര വിരോധം? ഇത്തിരി തലയ്ക്ക് സൗകര്യമല്ലേ ഞാൻ ചോദിക്കുന്നുള്ളൂ. എടാ ജാക്സ, അലക്സേ, നിങ്ങൾക്കൊന്ന് തല്ലുണ്ടാക്കാണ്ടിരുന്നൂടെ? ഇന്ന് ഹർഷനില്ലടാ നിങ്ങളുടെ തല്ല് തീർക്കാൻ. എന്നെ കൊണ്ടൊന്നും വയ്യ ഇത് കാണാൻ. എന്റെ ദൈവമേ, അതിന് ഞാൻ എന്തെങ്കിലും ചെയ്തോ റൂത്തെ? അവനല്ലേ എന്റെ മുട്ട പപ്സ് എടുത്തോണ്ട് പോയി. എടാ, മുട്ട പപ്സ് അല്ലേ, ഞാൻ വാങ്ങിത്തരാം. ഒന്ന് അടങ്ങിയിരിക്കേ. രാവിലെ തന്നെ തുടങ്ങിയടി ഇവര്. ആടി, ഇവര് രണ്ടുപേരും രാവിലെ തന്നെ തുടങ്ങി. ഇന്ന് ഹർഷനും ലീവാ. എന്റെ അലക്സേ, ജാക്സ, നിങ്ങൾ ഇത്രയും വലുതായില്ലടാ, ആ കൊച്ചിനെ ഇങ്ങനെ ശല്യം ചെയ്യാതെ. ജാക്സ, ഇങ്ങോട്ട് നോക്കടാ. ഐ ആം സോറി. ഇറ്റ്സ് ഓക്കെ. ഹർഷ, എന്താടാ? എനിക്ക് റൂത്തിനെ ഇഷ്ടാടാ. ആദ്യമായിട്ടാ എനിക്കൊരു പെൺകുട്ടിയോട് ഇങ്ങനെയൊക്കെ തോന്നുന്നു. അലക്സേ, നീ സീരിയസ് ആണോ? ആടാ, ഞാൻ നല്ല സീരിയസാ. ഞാൻ ആദ്യം ജാക്സണോട് പറഞ്ഞതിന് ശേഷം നിന്നോട് പറയുന്നത്. എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ്. എടാ, ഒരാഴ്ച കൊണ്ട് എങ്ങനെ? ഇതേ ചോദ്യം പലതവണ ഞാൻ എൻ്റെ മനസ്സിനോട് ചോദിച്ചു നോക്കി.
അപ്പോഴും എനിക്ക് ഉത്തരം കിട്ടിയത് എനിക്ക് അവളെ ഇഷ്ടമെന്നാണ്. അവൾക്കും നിന്നെ ഇഷ്ട. എടാ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലടാ, ഒന്ന് ക്ലിയർ ആക്കി പറ. നീ അറിയാത്തൊരു കാര്യമുണ്ട് അവൾക്ക്. അവൾ ഈ കോളേജിൽ അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പേ നിന്നെ അവൾക്കറിയാം. നിനക്ക് ഓർമ്മ ഉണ്ടോ അന്ന് എൻ്റെ അച്ഛനും അമ്മയ്ക്ക് സുഖമില്ലാണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയത്? അപ്പോൾ ഹോസ്പിറ്റലിൽ എൻ്റെ കൂടെ അവളാണ് ഉണ്ടായിരുന്നത്. നെക്സ്റ്റ് ഡേ ആർട്സ് ഡേക്ക് എൻ്റെ കൂടെ അവൾ വന്നായിരുന്നു. അന്ന് അവൾ നിന്റെ പാട്ടൊന്നും കേട്ടിരുന്നു. പിന്നെ തൊട്ട് നീ ആരാ എന്താന്നൊക്കെ അവൾ എന്നോട് ചോദിച്ചു. അവൾക്ക് നിന്നെ കണ്ടപ്പോൾ തൊട്ടേ ഇഷ്ടമായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നേ. ഇനി എങ്ങനെ പ്രപ്പോസ് ചെയ്യല്ലേ? ആടാ, ഇനി അവളെ ഞാൻ പ്രപ്പോസ് ചെയ്യാൻ പോവാ. ഇവന്മാരെന്താ വരാത്തെ? എടാ അലക്സ്, നീ എപ്പോ വന്നു? എന്തിനാണ് ഇങ്ങനെ തടഞ്ഞു നിർത്തിയിരിക്കുന്നത്? റൂത്ത്, ഐ ലവ് യു. ഹർഷൻ എന്നോടെല്ലാം പറഞ്ഞു. ഒരുപാട് ഇഷ്ടമായി പെണ്ണ്. ഒരാഴ്ച കൊണ്ട് നീ എങ്ങനെയാ എന്നെ ഇഷ്ടത്തിലാക്കിയതെന്ന് എനിക്കറിയില്ല. ബട്ട് ഐ ഫാൾ ഫോർ യു. ദൈവമേ, ഇത് വല്ല സ്വപ്നമാണോ? എടി റൂത്തേ, നീ എനിക്ക് എന്ത് പറ്റിയടി? നീ ബോധം കിട്ടാ? അങ്ങനെ ഞാൻ ബോധം കേടാ. ഐ ലവ് യു ഡിയർ. ഇനി എങ്ങനെ ഞാൻ കെട്ടി കാഞ്ഞിരപ്പള്ളിക്ക് കൊണ്ടുപോട്ടെ? അങ്ങനെ അവരും സെറ്റായി. സത്യം പറഞ്ഞ റൂത്തിനെ നിനക്ക് ഇഷ്ടമായിരുന്നില്ലേ? അതെ, എനിക്ക് അവളെ ഇഷ്ടമായിരുന്നു. പക്ഷെ ഇപ്പൊ അല്ല. അവളുടെ മനസ്സിൽ ഒരു ആൺകുട്ടി വരുന്നത് വരെ എനിക്ക് അവളോട് അഗാധമായ പ്രണയമായിരുന്നു. പക്ഷെ അവൾക്ക് അലക്സിനെ ഇഷ്ടപ്പെട്ടു തുടങ്ങി അന്ന് മുതൽ അവൾ എന്റെ മനസ്സിലില്ല. ഇപ്പോഴും വൈകിട്ടില്ല. നിന്നെ ഇഷ്ടമുള്ള ഒരാൾ ഇപ്പോഴും നിന്റെ അടുത്തുണ്ട്. ഇവളെന്താ ഉദ്ദേശിച്ച? അധികം ആലോചിച്ച് തല കൊണ്ടാക്കണ്ട. ഐ ലവ് യു മിസ്റ്റർ ഹർഷൻ. ക്യാൻ യു ബി മൈ ഹസ്ബൻഡ്? ഓഫ് കോഴ്സ്, വൈ നോട്ട്? എന്റെ കർത്താവേ, ഈ പെണ്ണ് എവിടെ പോയി കിടക്ക? ഈ റൂത്തിനെ കാണാനും ഇല്ലല്ലോ. ഏട്ടാ, ഇവിടെ. എന്റെ പൊന്നു റൂത്തെ, നിന്റെ ചെക്കനെ കണ്ടിട്ട് വേണം എനിക്ക് വീട്ടിൽ പോകാൻ. നിനക്ക് അറിഞ്ഞൂടെ അവൻ എവിടെ? റൂത്തെ, ഇതാരാ? ഇതുവരെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഇതാണ് റയാൻ, എന്റെ ഏട്ടനാ. ഹായ് ബ്രോ, തന്നെ കണ്ടതിൽ സന്തോഷം. റൂത്ത് കുറെ പറഞ്ഞിട്ടുണ്ട്, ഏട്ടനെ കുറിച്ച് കുറെ പറഞ്ഞിട്ടുണ്ട്, അമേരിക്കയിലാണെന്നൊക്കെ. ആ, എനിക്ക് പോണം ഇനി. അതിനു മുമ്പ് നിന്നെ എനിക്ക് അവളെ ഏൽപ്പിക്കണം. അവൾക്ക് നിന്നെ ഇഷ്ടമാണെന്ന് അവള് പറഞ്ഞു. ഞാൻ അമേരിക്കയ്ക്ക് പോവാണ് അടുത്ത മാസം. അതിനു മുമ്പ് നിന്നെ ഒന്ന് വന്നു കാണണമെന്ന് എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു. അവൾ എൻ്റെ മോളാണ്. അവൾക്ക് 8 വയസ്സുള്ളപ്പോഴാണ് അച്ഛനും അമ്മയും മരിക്കുന്നത്. അന്ന് തൊട്ട് അവളെ വളർത്തിയത് ഞാനാ. എൻ്റെ കുഞ്ഞിനെ നീ വേദനിപ്പിക്കില്ലെന്ന് വിശ്വസിച്ച നിന്നെ ഞാൻ അവളെ ഏൽപ്പിക്കുന്നേ. ഏട്ടൻ പേടിക്കണ്ട, അവളെ ഞാൻ പൊന്നു പോലെ നോക്കിക്കോളാം. എൻ്റെ അച്ഛനോടും വീടും നീ കാര്യം പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ഇവളെ കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു. ഞാൻ അവളെ പൊന്നുപോലെ നോക്കിക്കോളാം, എൻ്റെ ജീവൻ അവസാനിക്കും വരെ. ആ ഉറപ്പ് മതി എനിക്ക്. എന്തായാലും നിന്റെ വീട്ടിലേക്ക് ഞാനൊന്ന് വരുന്നുണ്ട്. അതിനുശേഷം വേണം എനിക്ക് അമേരിക്കയിലേക്ക് പോകാൻ. ഇത്രയും കാലം ഞാൻ അമേരിക്കയ്ക്ക് പോകുമ്പോൾ എനിക്ക് പേടിയായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്കില്ല. കാരണം ഇപ്പോൾ നിങ്ങളുണ്ട് ഇവൾക്ക് കാവലായി. നീ ഇവളെ നോക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അങ്ങനെ നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഏട്ടൻ ഒരു ഹെൽപ്പ് ചെയ്യോ? എൻ്റെയും ലിസയുടെയും കാര്യം ഒന്ന് വീട്ടിൽ പറഞ്ഞൊന്ന് സെറ്റാക്കി തന്നിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. എടാ, ഇതൊക്കെ എപ്പോ? ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. ഇപ്പൊ എന്തായാലും അറിഞ്ഞില്ലേ, അത് മതി. അന്നാ റൂത്തെ, ഞാൻ പോവാണ്. പരിപാടി കഴിയുമ്പോൾ വീട്ടിലേക്ക് വന്നാൽ മതി. പിന്നെ ഹർഷന്റെ കാര്യം ഞാനത് അങ്ങോട്ട് പറഞ്ഞു നോക്കാം. താങ്ക്സ് ഏട്ടാ.